സുക്കൂറെ എന്തേ? അടുത്ത ആഴ്ച എന്റെ പെങ്ങളെ കല്യാണ. അതിന്റെ എന്തെങ്കിലും ഉത്തരവാദിത്തം എനിക്കുണ്ടോ? ഉണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ പണിയിലെ ഒന്നെങ്കിലും ഇനി ചെയ്തോ? ചെയ്ത്. എന്താ ചെയ്ത്? ഞാൻ ഗാനമേള ബുക്ക് ചെയ്ത്. റബ്ബുല്ലാലമീനായ തമ്പുരാനെ, കുഞ്ഞാക്കറിന്റെ മോളെ കല്യാണത്തിന് ഗാനമേള. എന്നോട് ഞാൻ ബുർദയെല്ലാം മൊയ്ലിയമാരെ വിളിക്കാനല്ലേ പറഞ്ഞത്? ബുർദയൊക്കെ പൗട്ടർ ഫാഷൻ ആണെന്ന്. അത് തീരുമാനിക്കേണ്ടി ഇങ്ങല്ല, കുഞ്ഞാക്കറ. ഇപ്പോഴത്തെ കാലത്ത് ബുർദയൊന്നും ശരിയാവില്ലാന്ന്. നമുക്ക് ഗാനമേള തന്നെ മതിന്ന്. ആ തോന്നിയാസപ്പാട്ട് പാടുന്ന ഗാനമേളയെ എന്റെ തലക്കൊന്നാട് തിരിഞ്ഞാന്. ആ ഗാനമേള പോലെ വിളിച്ചിങ്ങാന് ക്യാൻസൽ ചെയ്യ്. നമ്മളെ തറവാടിന്റെ ഈമാൻ ഇങ്ങായിട്ട് ഇല്ലാണ്ടാക്കരുത്. ഹലോ, ആ ഗാനമേള ക്യാൻസലേ? അല്ലാന്ന്. ഒരു കല്യാൺ പരിപാടിയിൽ എന്റെ അർത്ഥമില്ലാത്ത തോന്നിയാസപ്പാട്ടല്ല പാടേണ്ടി, നല്ല അർത്ഥവത്തായ ബുർദയും മൗലൂദും ഒക്കെ കേട്ടിക്കല്ലേ. അല്ല, അതിനിപ്പോ ഈ ബുർദക്കാരങ്ങൾ എഴുതുകൊണ്ട് വരും. അതിഞ്ഞുണ്ട് വരണ്ട, അതിനുള്ള വകുപ്പൊക്കെ കുഞ്ഞാക്കറിന്റെ അടുത്തുണ്ട്. പലർക്കും ലഹരിയേക്കാൾ മൊബൈൽ ഫോണിനേക്കാൾ പാർട്ട്ണർ. നിങ്ങളെ ബുർദക്കാർ ഉഷാറാട്ടോ. പിന്നെ 2025 ആദ്യമായിട്ട് കേരള കയറി നമ്മളെ കല്യാണത്തിന് ബുർദപ്പാട്ട് അടിയോല. കുറെ ഇന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്, അല്ലേ തന്നെ മനുഷ്യന്റെ മൂട്ട് തീയ. എങ്ങനാ തീയില്ലാണ്ടിരിക്കുക? നിങ്ങൾക്കല്ലേ ഇന്നെ വലിയ അർത്ഥവത്തായ വരികളുള്ള പാട്ട് വേണമെന്ന് പറഞ്ഞാല് അനുഭവിച്ചോളി. ഒരൊറ്റ ഒന്നാണ് ഇതിലും നല്ലത് ഓന്റെ ഗാനമേള തന്നെയായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ നാറ്റക്കേസായിപ്പോയല്ലോ പഠിച്ചോനെ.